ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് CPM-നെന്നും സതീശൻ. ചേലക്കര മണ്ഡലം കോങ്ങാടുമായി വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. അതൃപ്തിയിൽ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം. തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം 26-ന് നടക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. 8 സെന്റ് സ്ഥലത്ത് 25 ലക്ഷം രൂപ ചെലവിൽ ഓരോ വീടും നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ നൽകുന്നത് 50 വീടുകൾ. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കൂടിയാട്ടം ആചാര്യൻ വേണുജി, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടകകൃത്ത് ജയപ്രകാശ് കുളൂർ എന്നിവർക്ക് ഫെല്ലോഷിപ്പ്. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500-ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. വാർത്തകളിലേക്ക് വിശദമായി. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് CPM-നെന്നും സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. പ്രൊഫസർ MN വിജയന്റെ മകനായ അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ചത് കൊല്ലുമെന്ന് തന്നെയാണ് അർത്ഥം. ഇതിനെ മുഖ്യമന്ത്രി മറുപടി പറയണം. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ എതിർക്കുകയാണെന്ന് VD സതീശൻ പറഞ്ഞു. ഒരാളുടെ പുസ്തകം, ഒരാൾ പ്രകാശനം ചെയ്ത പുസ്തകം ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ ആ അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കൊല്ലുമെന്നാണ് ഭീഷണി. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണത് ചെയ്തത്. UDF-ന്റെ വിദ്യാഭ്യാസ നയം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് VD സതീശൻ പ്രകാശനം ചെയ്തു. യൂണിവേഴ്സിറ്റികളിൽ സ്വയംഭരണവും അക്കാദമിക് നേതൃത്വവും ഉറപ്പാക്കും. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റം കൊണ്ടുവരും. കലാലയങ്ങളിലെ രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കും. പല ക്യാമ്പസുകളിലും ഇടിമുറികളുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ക്യാമ്പസുകളിലൊക്കെ വലിയ സംഘർഷമല്ലേ, എന്തൊരു ഇൻസെക്യൂരിറ്റിയാണ് കുട്ടികൾക്ക്. പല ക്യാമ്പസിലും കുട്ടികൾ പോകുന്നില്ല. ഭയങ്കര ഇൻസെക്യൂരിറ്റി അല്ലേ, എല്ലായിടത്തും ഇടിമുറികളും പ്രശ്നങ്ങളും. അതെല്ലാം കൺട്രോൾ ചെയ്യും, ഉറപ്പായിട്ട് കൺട്രോൾ ചെയ്യും. CPM-ലെ സൈബർ ഗ്രൂപ്പിലെ പൊട്ടിത്തെറിയുടെ ഭാഗമായി അവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ സതീശൻ തന്റെ PR വർക്ക് ചെയ്യുന്നത് അവരാണെന്ന് പരിഹസിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ CP ജോൺ, ബെന്നി ബെഹനാൻ MP, TV ചന്ദ്രമോഹൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ചേലക്കര മണ്ഡലം കോങ്ങാടുമായി വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. അതൃപ്തിയിൽ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം. തൃശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലം ലീഗിന് വിട്ടു നൽകി പകരം കോങ്ങാട് മണ്ഡലം കോൺഗ്രസിന് എന്നതാണ് പുതിയ ധാരണ. പ്രതിപക്ഷ നേതാവ് VD സതീശനും ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിരുന്നു. VK ശ്രീകണ്ഠന്റെ ഭാര്യ KA തുളസി കോങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ചേക്കും. എന്നാൽ ചേലക്കരയിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന് ധാരണയായിട്ടില്ല. സംവരണ മണ്ഡലമായ ചേലക്കര ഏറ്റെടുക്കുന്നതിനോട് ജില്ലാ ലീഗ് നേതൃത്വത്തിന് താൽപ്പര്യമില്ല. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിലും പുതിയ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. നിലവിൽ ലീഗ് മത്സരിക്കുന്ന തൃശൂർ ജില്ലയിലെ ഏക മണ്ഡലം ഗുരുവായൂരാണ്. TCV തൃശൂർ. തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. LDF സർക്കാരിന്റെ പട്ടയ വിതരണം സംസ്ഥാനത്ത് 4.5 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. നിലവിൽ 2.5 ലക്ഷം പട്ടയങ്ങൾ നൽകിക്കഴിഞ്ഞു. സമീപ ഭൂതകാലത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ പട്ടയങ്ങൾ വിതരണം ചെയ്ത മറ്റൊരു ഗവൺമെന്റും ഉണ്ടാകില്ല എന്ന വിധത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പട്ടയ വിതരണ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഈ ചെറിയ കാലത്തിനകത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പട്ടയങ്ങൾ കേരളത്തിൽ കൊടുക്കാനായി. ഏതാണ്ട് 4.5 ലക്ഷത്തോളം പട്ടയങ്ങളിലേക്ക് ഇപ്പോൾ പട്ടയ വിതരണം കഴിഞ്ഞു, പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഒരു പട്ടയമേള കൂടി വരുന്നുണ്ട്, അതിന്റെ അനുബന്ധ പരിപാടികളും വരുന്നു.
പട്ടയ വിതരണത്തിലെ ഏറ്റവും ബൃഹത്തായ പ്രശ്നം വനഭൂമി പട്ടയം നൽകലാണ്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കണം. 6000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഇതിനോടകം അനുമതി ലഭിച്ചു. ബഹുഭൂരിപക്ഷം വിതരണവും ചെയ്തു. ഇതിൽ 600ഓളം പട്ടയങ്ങൾ ഉടമസ്ഥർ എത്താത്തത് മൂലം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തടസ്സങ്ങൾ നീക്കി അതിലെ 150 എണ്ണം കൂടി വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. നേരത്തെ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി പരിശോധന നടത്തി ഫയൽ ചെയ്തതിൽ കേന്ദ്രം തിരിച്ചയച്ച ബഹുഭൂരിപക്ഷവും അപേക്ഷകളും വീണ്ടും പരിശോധിച്ച് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത 4123 അപേക്ഷകൾക്ക് ഉടൻ അനുമതി കിട്ടുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കെ രാജൻ പറഞ്ഞു. 4123 ഫയലുകൾ ഇപ്പൊ പരിവേഷ് പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പുകുന്നപുരത്ത് നിന്ന് 57 പട്ടയാപേക്ഷകളാണ് ഇങ്ങനെ വെരിഫൈ ചെയ്ത് അയച്ചിട്ടുള്ളത്. കുന്നംകുളത്ത് നിന്ന് 19 അപേക്ഷകളാണ് അയച്ചിട്ടുള്ളത്. ചാലക്കുടിയിൽ നിന്ന് 1297 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. തലപ്പള്ളിയിൽ നിന്ന് 1263 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ലിസ്റ്റുണ്ട്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ താലൂക്കിൽ നിന്നാണ് 1487 അപേക്ഷകൾ. ദീർഘമായൊരു 20 വർഷക്കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൂടി കിട്ടിയാൽ ഒരു ചരിത്ര സംഭവമായി നമ്മുടെ ജില്ലക്കകത്ത് 980 ഹെക്ടർ കൂടി, ഏതാണ്ട് 2500 ഏക്കർ ഭൂമി കൂടി നമുക്ക് ലഭ്യമായി വരും. കൂടുതൽ വനഭൂമി ലഭ്യമാക്കി എല്ലാവർക്കും ഭൂമി എന്നത് യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് വനഭൂമി അനുവദിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി നികുതി അടയ്ക്കുന്ന തരത്തിലേക്ക് മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ROR മാത്രം ലഭ്യമായിട്ടുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായി നമ്മൾ ആരംഭിച്ചു. കേരളത്തിൽ 569 വനഗ്രാമങ്ങളാണ് ഇനി റവന്യൂ ഗ്രാമങ്ങളായി പരിവർത്തനം ചെയ്യാൻ പോകുന്നത്. അവിടെയുള്ളവർക്ക് റവന്യൂ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം കൂടി ഇനി ലഭ്യമാകും എന്ന കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് വനഭൂമി രംഗത്ത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഗവൺമെന്റ് മുന്നോട്ട് പോയത്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും പങ്കെടുത്തു. TCV തൃശൂർ. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം 26-ന് രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. ആകെ നൽകുന്ന 100 വീടുകളിൽ ആദ്യഘട്ടമായി മേപ്പാടിയിൽ 50 വീടുകൾ നൽകും. 8 സെന്റ് സ്ഥലത്ത് 25 ലക്ഷം രൂപ ചെലവിൽ ഓരോ വീട് നിർമ്മിക്കും. ദുരന്തബാധിതർ, പാടിയിൽ താമസിക്കുന്നവർ, അർഹതപ്പെട്ടിട്ടും വീട് ലഭിക്കാത്തവർ എന്നിവർക്കാണ് വീട് നൽകുക. സർക്കാർ സ്ഥലം നൽകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നാൽ അത് ലഭിച്ചില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിലോ കേരളത്തിലൊന്നും ഭരണമില്ലാത്ത പാർട്ടിയാണ്, പണമില്ലാത്ത പാർട്ടിയാണ്. ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ചു. അതിനിടയിലുള്ള തെരഞ്ഞെടുപ്പുകൾ വന്നു. മാത്രമല്ല, ആദ്യം ലാൻഡ് ഗവൺമെന്റ് തരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തുള്ള നിരവധി പേർ കോൺഗ്രസുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. CPM-നകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. KP ശശി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതായും സണ്ണി ജോസഫ് വ്യക്തമാക്കി. CPM-ന്റെ അകത്ത് വലിയ അഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ ഏകാധിപത്യ പ്രവണത, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട്, പണാപഹരണം, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധമുള്ള പലരുണ്ട്. ഷാഫി പറമ്പിൽ MP, KPCC വൈസ് പ്രസിഡന്റ് AP അനിൽകുമാർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും
SJ Gold & Diamonds നിന്നും. SJ Gold & Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കൂടിയാട്ടം ആചാര്യൻ വേണുജി, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടകകൃത്ത് ജയപ്രകാശ് കുളൂർ എന്നിവർക്ക് ഫെല്ലോഷിപ്പ് സമ്മാനിക്കും. 22 പ്രതിഭകൾക്ക് ഗുരുപ്രതിഭാ പുരസ്കാരവും നൽകും. നാട്യകലയുടെ ആചാര്യനായ വേണുജി ചെറുപ്രായത്തിൽ തന്നെ ഗുരുകുല സമ്പ്രദായത്തിൽ കഥകളി അഭ്യസിച്ചു. കൂടിയാട്ടം, കഥകളി, ക്ലാസിക്കൽ ഡാൻസ്, ഫോക്ക് ആർട്ട് എന്നീ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള നാട്യ ആചാര്യനാണ് വേണുജി. 300-ലേറെ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ രചിച്ച കൈതപ്രം 20 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1993-ലും 96-ലും മികച്ച ഗാനരചനയ്ക്കും 97-ൽ മികച്ച സംഗീത സംവിധായകനുമുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. 2021-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. അരനൂറ്റാണ്ടിലേറെ മലയാള നാടക സിനിമാ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് ജയപ്രകാശ് കുളൂർ. നാടക സിനിമാ മേഖലകളിൽ 30-ലധികം സിനിമകളിൽ അഭിനയിച്ചു. സൂര്യ ഫെസ്റ്റിവലിൽ 75ഓളം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ഫെല്ലോഷിപ്പാണ് ഇവർക്ക് സമ്മാനിക്കുക. അക്കാദമിയുടെ അവാർഡിന് 18 പേർ അർഹരായി. ജീവിതം കലാപ്രവർത്തനത്തിന് സമർപ്പിക്കുകയും പല തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത പ്രതിഭകളെയാണ് ഗുരുപൂജ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. അക്കാദമി അവാർഡ് ഗുരുപൂജ പുരസ്കാര ജേതാക്കൾക്ക് 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും സമ്മാനിക്കും. പുരസ്കാര സമർപ്പണ തീയതി പിന്നീട് അറിയിക്കും. അക്കാദമിയിൽ നടന്ന പുരസ്കാര പ്രഖ്യാപനത്തിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവള്ളൂർ മുരളി, വൈസ് ചെയർപേഴ്സൺ PR പുഷ്പവതി, നിർവാഹക സമിതി അംഗം രേണു രാമനാഥ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500-ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തീരപ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാറ്റാൻ ശ്രമിച്ച കള്ളനോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കള്ളുഷാപ്പുകൾ, ലോട്ടറി കച്ചവടക്കാർ തുടങ്ങിയവരാണ് കള്ളനോട്ടിന് ഇരകളാകുന്നത്. തട്ടിപ്പിന് ഇരകളാവുന്നവർ പലരും നിയമപ്രശ്നങ്ങൾ ഭയന്ന സംഭവം പുറത്തു പറയാറില്ല. അതുകൊണ്ട് തന്നെ കള്ളനോട്ട് ഇടപാട് നിർബാധം തുടരുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന വ്യാജന് കനം കുറവാണ്. വലിയ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും മറ്റും കള്ളനോട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉള്ളതിനാൽ ഇവിടങ്ങളിലേക്ക് വ്യാജൻ എത്താറില്ല. തിരക്കേറിയതും ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾ, പ്രാദേശിക പണമിടപാടുകാർ എന്നിവർ മുഖേനയും കള്ളനോട്ടുകൾ കൈമാറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് പലപ്പോഴും തട്ടിപ്പിന് ഇരയാകുന്നത്. മുൻപ് മേഖലയിൽ വ്യാപകമായി കള്ളനോട്ട് വേട്ട നടന്നിരുന്നു. എന്നാൽ ഏറെക്കാലമായി ഗൗരവതരമായ നടപടികൾ ഉണ്ടാകുന്നില്ല. TCV, കൊടുങ്ങല്ലൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുമായി ചർച്ച നടത്തി. തൃശ്ശൂരിൽ നടന്ന പരിപാടികളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് പുതിയുഗ പിറവിയാണ് കേരളം കാത്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം മതേതരമാണെന്ന് അഭിമാനത്തോടെ പറയാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനിരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. പുതിയുഗ യാത്രയ്ക്ക് പുതുക്കാട് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഫ്രാൻസിസ് ജോർജ് MP പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, MP-മാരായ VK ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, സനീഷ് കുമാർ ജോസഫ് MLA, BRM ഷഫീർ, ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുതുയുഗ യാത്രയ്ക്ക് പുതുക്കാട് നൽകിയ സ്വീകരണത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കേരളത്തിനെതിരായ പ്രചരണം ലക്ഷ്യമിടുന്ന കേരള സ്റ്റോറി 2 എന്ന സിനിമയ്ക്ക് സംസ്ഥാനത്ത് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ആവശ്യപ്പെട്ടു. സിനിമയിലൂടെ 3.5 കോടി വരുന്ന കേരള ജനതയെ അപമാനിക്കുകയാണ്. സിനിമയ്ക്കെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകും. എന്നാൽ സിനിമ പ്രദർശനത്തിനെത്തിയാൽ തടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനില്ലെന്നും ജനീഷ് തൃശൂരിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പരാമർശങ്ങളോ കഥാതന്തുവോ ഉള്ള എല്ലാ സിനിമകൾക്കും സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടാകുന്നു. ആ സിനിമകളുടെ പ്രദർശനാനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ അതേസമയം തന്നെ ഒരു സംസ്ഥാനത്തെ മുഴുവനായും ഒരു പ്രൊപ്പഗൻഡ സിനിമയിലൂടെ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിനെതിരെ കൃത്യമായൊരു ഇടപെടലോ നടപടിയോ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമായ കേരളത്തോടുള്ള അവഗണനയും കേരളത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സമീപനമാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കപ്പെടുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ടും ഈ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടും കൃത്യമായ നിയമ നടപടികൾ എടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം. അതുപോലെ തന്നെ സെൻസർ ബോർഡ് ആ ചിത്രത്തിന് നൽകിയിട്ടുള്ള പ്രദർശനാനുമതി അത് പിൻവലിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. സംസ്ഥാന ഗവൺമെൻറ്
ഈ സിനിമയ്ക്കുമായി ബന്ധപ്പെട്ട എടുക്കുന്ന എല്ലാ നടപടിക്കും ഞങ്ങൾ പിന്തുണ നൽകും, യൂത്ത് കോൺഗ്രസ് പിന്തുണ നൽകും. പക്ഷേ ആ എടുക്കുന്ന നടപടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുള്ള ഗീർവാണ പ്രസംഗങ്ങളായി മാറാൻ വേണ്ടി പാടുള്ളതല്ല. ജില്ലയിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം, ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, കലശമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭൂമി കൈമാറ്റം എന്നിവയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 215.92 കോടി രൂപ ചെലവഴിച്ചാണ് തൃശൂർ കുറ്റിപ്പുറം പാതയുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയത്. തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാത യാഥാർത്ഥ്യമായതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകും. കുന്നംകുളം നഗരസഭയെയും കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വട്ടപ്പാടം പെങ്ങാമുക്ക് പാതയിലെ ചെറുവള്ളിക്കടവ് പാലത്തിന് 9.33 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ വളർന്നു വരുന്ന പ്രധാന ടൂറിസം കേന്ദ്രമായ കലശമലയുടെ വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത 12 ഏക്കറോളം ഭൂമിയുടെ രേഖകൾ മന്ത്രി ടൂറിസം വകുപ്പിന് കൈമാറി. 13 കോടി രൂപ ചെലവഴിച്ചാണ് ഇക്കോ ടൂറിസം വികസനത്തിനായി റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. MLA-മാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി, P ബാലചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. TCV കുന്നംകുളം. ഇരിങ്ങാലക്കുടയിൽ നിന്ന് കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടക്കുളം സ്വദേശി പാഴാട്ട് ഹരിദാസനാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുനിസിപ്പൽ ഓഫീസ് റോഡിലുള്ള ദൈവപരിപാലന ഭവനത്തിന്റെ മുൻവശത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കിടന്നിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹരിദാസിനെ കാണാതായത്. CCTV കേന്ദ്രീകരിച്ച് കാട്ടൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ ഹരിദാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഹരിദാസ് ലീവിൽ നാട്ടിലെത്തിയത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം ഘടിപ്പിക്കുന്നു. അനിശ്ചിതകാല ശസ്ത്രക്രിയാ ബഹിഷ്കരണം ആരംഭിച്ചതായി ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടാണ് KGMCTയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ സമരം ആരംഭിച്ചിരിക്കുന്നത്. 10 വർഷമായുള്ള ആവശ്യത്തിൽ തീരുമാനമെടുക്കാതെ സർക്കാർ തങ്ങളെ സമരത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഡോക്ടർമാർ പറയുന്നു. സമരത്തിന്റെ ഭാഗമായി OP ബഹിഷ്കരണം നേരത്തെ ആരംഭിച്ചിരുന്നു. ശസ്ത്രക്രിയകൾ ബഹിഷ്കരിച്ചുകൊണ്ട് KGMCTയെ അടുത്തഘട്ട സമരത്തിലേക്ക് കടന്നു. മുൻകൂറായി നിശ്ചയിച്ച് നടത്തുന്ന ശസ്ത്രക്രിയകളാണ് ബഹിഷ്കരിക്കുക. ആൻജിയോപ്ലാസ്റ്റി, ഹെർണിയ, മുട്ടുമാറ്റിവയ്ക്കൽ, ഇടുപ്പല്ല് മാറ്റിവയ്ക്കൽ, ENT തുടങ്ങിയ ശസ്ത്രക്രിയകൾ മുടങ്ങും. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമായ ശസ്ത്രക്രിയകൾ നടത്തും. കടുത്ത ഹൃദ്രോഗം, അപകടം എന്നീ സാഹചര്യങ്ങളിലെ ശസ്ത്രക്രിയകൾ മുടങ്ങില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. OP ബഹിഷ്കരണത്തിന് പുറമെ അധ്യാപനത്തിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ്. MBBS, PG, പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ നടക്കുന്നില്ല. അതേസമയം OP ബഹിഷ്കരണം മെഡിക്കൽ PG വിദ്യാർത്ഥികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുമായി PG അസോസിയേഷൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. TCV ന്യൂസ്, തൃശൂർ. MP എന്ന നിലയിൽ സംസ്ഥാനത്തെയും ജനങ്ങളെയും എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നതിന്റെ പാഠപുസ്തകമായിരുന്നു PR രാജന്റെ ജീവിതമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. തൃശൂരിൽ PR രാജൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച മാധ്യമ പ്രതിഭയ്ക്കുള്ള PR രാജൻ പുരസ്കാരം ഡോക്ടർ അരുൺകുമാറിന് സമ്മാനിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, PK ഡേവിസ്, UP ജോസഫ്, PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ സ്ത്രീയുടെ അസ്ഥികുടം കണ്ടെത്തിയ സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KR ഗിരീഷ്, സുഗിജ സുമേഷ്, വാർഡംഗം ആമിന സുലൈമാൻ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. ദശാബ്ദങ്ങളായി ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകരുടെ ആശ്രയമായിരുന്ന KTDC നന്ദനം ഹോട്ടൽ ഓർമ്മയാകുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ബലക്ഷയമാണ് പെട്ടെന്നുള്ള അടച്ചുപൂട്ടലിന് കാരണമായത്. ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാർ സ്ഥാപനം ഇത്തരത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ജീവനക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ വേദനയാകുകയാണ്. 1977 മെയ് 18 അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയാണ് കെട്ടിടം നാടിന് സമർപ്പിച്ചത്. 45 മുറികൾ, വിശാലമായ കല്യാണ മണ്ഡപം, റെസ്റ്റോറന്റ് എന്നിവ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. KTDCയുടെ കീഴിൽ സംസ്ഥാനത്ത് ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ഗുണമേന്മയുള്ള സേവനം ഉറപ്പാക്കിയിരുന്നതിനാൽ നന്ദനത്തിന് എപ്പോഴും വലിയ തിരക്കനുഭവപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറോടെ പൂട്ടൽ നടപടികളിലേക്ക് കടന്നു. ഇവിടെയുണ്ടായിരുന്ന 11 സ്ഥിര ജീവനക്കാരെ KTDCയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നിയമിച്ചു. താൽക്കാലിക ജീവനക്കാരെയും കരാർ തൊഴിലാളികളെയും പിരിച്ചുവിട്ടു.
ഹോട്ടലിലെ ഫർണിച്ചറുകളും മറ്റനുബന്ധ സാമഗ്രികളും ഇതിനോടകം തന്നെ മറ്റു യൂണിറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന സാങ്കേതിക റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ കർശന നടപടിയെന്ന് KTDC ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിലുള്ള ബലക്ഷയമുള്ള കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയൊരു കെട്ടിടം അതേ സ്ഥാനത്ത് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭക്തജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ കേന്ദ്രം എത്രയും വേഗം പുനർനിർമ്മിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർ. TCV ന്യൂസ്, ഗുരുവായൂർ. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിൽ സാധാരണക്കാരന് മുറി ലഭിക്കുന്ന സംവിധാനം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, KV അബ്ദുൽ ഖാദർ, TT ശിവദാസൻ, കൗൺസിലർമാരായ V അനൂപ്, ആതിര രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. 50 സെന്റ് സ്ഥലത്ത് 31.95 കോടി ചെലവഴിച്ച് 56 മുറികളോടുകൂടിയാണ് അതിഥി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. RSSും BJPയും സൃഷ്ടിച്ച ഇരുട്ടിന്റെ ഒരു വലിയ കടൽ ഇന്ത്യയിലാകെ ആർത്തിരമ്പുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ ഇരുട്ടിന്റെ മഹാസമുദ്രത്തിൽ വെളിച്ചത്തിന്റെ തുരുത്താണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യത്തിന്റെ വടക്കുഭാഗം മുഴുവൻ വ്യാപിച്ച ഭയമെന്ന ഇരുട്ടിനെക്കുറിച്ചാണ്. രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് ജനങ്ങൾ ഭയമില്ലാതെ ജീവിക്കുന്നുവെന്ന ഫറൂഖ് അബ്ദുള്ളയുടെ നിരീക്ഷണം അർത്ഥവത്താണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സാർമാർ കൂടുന്നുവെന്നത് അനാവശ്യ പ്രവണതയാണെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ചെങ്കൊടി പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ടാകേണ്ടത് അടിമ ഉടമ സംസ്കാരമല്ലെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. മന്ത്രി K രാജൻ, സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് സുകേശൻ ചൂലിക്കാട്, സംസ്ഥാന സെക്രട്ടറിമാരായ MM മേരി, യൂസഫ് കോറോത്ത്, ജനറൽ കൺവീനർ PT സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സാറന്മാർ അധികം വേണ്ട. ആരെങ്കിലും തൊഴിൽ കൊണ്ടോ ജീവിതം കൊണ്ടോ അധ്യാപകരാണെങ്കിൽ പണ്ട് മുതലേ അവരെ സാറെന്ന് വിളിച്ചു പോകുന്നെങ്കിൽ അത് വിളിക്കട്ടെ. അല്ലാതെ ശിവാനന്ദൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായി, അതുവരെ ശിവാനന്ദ എന്ന് വിളിച്ചവർ, സാഹിബ് എന്ന് വിളിച്ചവർ ജില്ലാ സെക്രട്ടറിയായി. അപ്പോൾ പിന്നെ സാറെന്ന് വിളിക്കാൻ പറ്റൂ, സഖാവെന്ന് വിളിക്കാൻ പാടില്ല. സഖാവെന്ന് വിളിച്ചാൽ നേതാവിനെ പിടിച്ചില്ലെങ്കിലോ. അതുകൊണ്ട് ഒരുപാട് സാറന്മാരുണ്ടാകുന്നുണ്ട്. ഞാൻ വളരെ കർശനമായി പറയുകയാണ്, അത് വേണ്ട. പാർട്ടിക്കകത്ത് മാത്രമല്ല, ചെങ്കൊടി പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു പുത്തൻ സംസ്കാരം വേണം. ആ സംസ്കാരം അടിമ ഉടമ സംസ്കാരമല്ല, ആകാൻ പാടില്ല. ഞാനീ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഉറപ്പാണ് കുറച്ച് പേർക്ക് പിടിക്കുന്നില്ലായിരിക്കും. കുറേ പേര് പറയും ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇയാൾ എന്തൊക്കെയാണ് പറയണം, വല്ല കാര്യമുണ്ടോ, എന്ത് നല്ല പേരാ സാറെന്ന പേര്. നേതാവിനെ കാണുമ്പോൾ ഓടിച്ചെല്ലുക, സാറെന്ന് വിളിക്കുക, താണു വണങ്ങുക, പട്ടിക്ക് പിടിക്കുക. ഇപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ ബാഗ് കൊടുക്കാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഈ പടിയെല്ലാം കയറുമ്പോഴത്തേക്ക് പഴയതുപോലെ. സംസ്ഥാനത്ത് റംസാൻ വ്രതം തുടങ്ങി. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക് കടന്നു. ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ കാലം. പ്രാർത്ഥനാനിരതമായ പകലിരിവുകൾക്കൊപ്പം ഇഫ്താർ വിരുന്നുകൾ കൊണ്ടും ഒത്തുചേരലുകൾ കൊണ്ടും ഈ ദിനങ്ങൾ സമ്പന്നമാകും. ഇസ്ലാം മതവിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിലാണ്. പുലർച്ചെ മുതൽ വൈകിട്ട് വരെ വിശ്വാസികൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കും. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് പുണ്യമാസം. ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊപ്പം ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് റംസാൻ മാസം. പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ദാനധർമ്മങ്ങൾക്കും ഈ മാസത്തിൽ പ്രാധാന്യമുണ്ട്. സക്കാത്ത് നൽകി സഹജീവികളെ കരുതലിന്റെ കരങ്ങൾ നീട്ടി ഓരോ വിശ്വാസിയും ചേർത്ത് പിടിക്കും. പള്ളികളും ഭവനങ്ങളും വിശുദ്ധമാസത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. വിവിധയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും നടക്കും. ന്യൂസ് ഡെസ്ക് TCV. 11 മാസത്തെ ജീവിതക്രമത്തിൽ നിന്നും മാറി ഇസ്ലാം മതവിശ്വാസികൾ ആത്മീയതയിൽ മുഴുകുന്ന പുണ്യമാസമാണ് റംസാൻ. സമർപ്പിത ജീവിതത്തിന്റെ ഈ 30 ദിനങ്ങൾ പാപങ്ങളുടെ കാഠിന്യം ഒരുക്കിക്കളയും. ഉമിനീരിറക്കാത്ത പകലുകളുടെ കാഠിന്യം പ്രാർത്ഥനയിലൊരുക്കുന്ന മനസ്സുകളുടെ നിവേദനമാണ് റംസാൻ. ഇസ്ലാമിന്റെ നിർബന്ധമാക്കപ്പെട്ട 5 അടിസ്ഥാന ശിലകളിൽ 4ാമത്തേതാണ് റംസാൻ വ്രതം. വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഖുറാനിലെ 2-ാം അധ്യായം 183-ാം വചനത്തിൽ പറയുന്നു: സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞും വികാരവിചാരങ്ങൾ ഉപേക്ഷിച്ചും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം.
വ്രതശുദ്ധിയിലൂടെ നല്ലൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ് നോമ്പുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. റമദാൻ കേവലം വിശ്വാസികളുടെ മാത്രം ഒരു മാസമല്ല. അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇഫ്താർ മീറ്റുകൾ, നോമ്പ് തുറകൾ കൊണ്ട് സ്നേഹങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, അന്യൻ്റെ വിശപ്പിനോട് ഐക്യദാർഢ്യം, സ്വന്തമായി വിശപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും മനോഹരമായ വലിയ സന്ദേശമാണ് മറ്റ് സമൂഹത്തിനും രാജ്യത്തിനും മനുഷ്യർക്ക് മൊത്തവും നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ പശ്ചാത്താപം ചെയ്ത് നന്മയിലേക്ക് മടങ്ങാനുള്ള കാലമാണ് റംസാൻ. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയാണിത്. ദാനധർമ്മത്തിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസവുമാണ്. ദാനധർമ്മത്തിന്റെ വിളംബരത്തെ സക്കാത്ത് എന്ന് വിളിക്കും. ദാനിയുടെ ഔദാര്യമല്ല, സ്വീകരിക്കുന്നതിന്റെ അവകാശമാണ് സക്കാത്ത് എന്നാണ് വിശ്വാസം. TCV ന്യൂസ്, ചാവക്കാട്. MP ഫണ്ടിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 33 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ജില്ലാ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് തുറക്കുന്നതിന് ഭരണാനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് BJP കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സത്യഗ്രഹം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 8 കോടി രൂപ MP ഫണ്ടിൽ നിന്നും സുരേഷ് ഗോപി അനുവദിച്ചെങ്കിലും 40 ലക്ഷം രൂപയ്ക്കുള്ള പദ്ധതികൾക്ക് മാത്രമാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് അനീഷ് കുമാർ പറഞ്ഞു. BJP മേഖലാ പ്രസിഡന്റ് രവികുമാർ ഉപ്പത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട് സ്കൂളിൽ മോഷണം. ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. മേശകളിലെ വലിപ്പുകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ചെയ്തു. പ്രിൻസിപ്പലിന്റെ മേശയുടെ മുകളിൽ കുട്ടികൾ പഠിക്കട്ടെ എന്നൊരു കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ട്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപ നഷ്ടപ്പെട്ടതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം SI TP ജാബിറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പെരുമ്പിലാവ് ആൽത്തറ ആലുംതൈ ആനക്കല്ല് റോഡിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. 30 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് തൈയാണ് കണ്ടെത്തിയത്. അത്യാധുനിക രീതിയിൽ നവീകരിച്ച പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച റോഡിന്റെ പല ഭാഗങ്ങളും പൈപ്പ് പൊട്ടൽ മൂലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പട്ടാമ്പി റോഡിൽ 3 മീറ്ററോളം ഭാഗം ഇത്തരത്തിൽ തകർന്നിരുന്നുവെങ്കിലും ഇതുവരെ റീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിട്ടില്ല. റോഡിനടിയിലൂടെ കടന്നുപോകുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കാലപ്പഴക്കം ചെന്ന ഈ പൈപ്പുകൾ വെള്ളത്തിന്റെ മർദ്ദം താങ്ങാനാവാതെ ഇടയ്ക്കിടെ പൊട്ടുന്നത് റോഡിന്റെ അടിത്തറ ഇളക്കുകയും ടാറിംഗ് തകരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കുന്നു. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇത്തരത്തിൽ റോഡിലൂടെ ഒഴുകി പാഴാകുന്നത്. ഇത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നുണ്ട്. ജില്ലാ അതിർത്തി വരെയുള്ള വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി റോഡിഴിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. റോഡ് നവീകരിക്കുന്ന വേളയിൽ തന്നെ പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ജല അതോറിറ്റി കണ്ടില്ലെന്ന് നടിച്ചു. ഉടൻ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ സംസ്ഥാന പാത പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. TCV ന്യൂസ്, കുന്നംകുളം. തനിക്കെതിരെ വന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറി ABN ജോസഫ്. തലശ്ശേരിയിലെ സ്വകാര്യ ഫൈൻ ആർട്സ് കോളേജിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം വകമാറ്റി ചെലവഴിച്ചുവെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ആർട്സിന്റെ ഒരു ചുമതലയിലും താനില്ല. സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് ലളിതകലാ അക്കാദമിയിൽ നിന്നും അവധിയെടുത്തത് എന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണ്. താൻ ഇപ്പോഴും ലളിതകലാ അക്കാദമി സെക്രട്ടറിയുടെ അധിക ചുമതല ഒഴിഞ്ഞിട്ടില്ലെന്നും ABN ജോസഫ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ആധുനിക സൗകര്യങ്ങളോടെ ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന് ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് രമേശൻ കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EK നാരായണനുണ്ണി, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി KR സൂരജ്, പാലിയത്ത് ശങ്കുണ്ണിരാജ്, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, AV പ്രശാന്ത്, ഏലംകുളം ഉണ്ണികൃഷ്ണൻ, KV വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സർക്കാരിന്റെ മദ്യനയം പ്രതിഷേധാർഹവും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിന് ആപൽക്കരവുമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ ഘട്ടം ഘട്ടമായി കർശന നടപടികൾ സ്വീകരിക്കുമെന്ന പ്രകടന പത്രികയിലെ ഉറപ്പ് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ മാറിയ നിലപാട് ആശ്ചര്യകരമാണ്. കുടുംബങ്ങളുടെ സമാധാന അന്തരീക്ഷം ശിഥിലമാക്കുന്നതാണ് സർക്കാർ തീരുമാനം. ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ 5 മണിക്കൂർ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാർ താഴത്ത് ആവശ്യപ്പെട്ടു. തൃശൂർ അതിരൂപത ജാഗ്രതാ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു.
മണ്ണുത്തി വെറ്റിനറി കോളേജിന് മുന്നിൽ മൃഗസ്നേഹിയായ യുവാവ് നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. ആന്റണി അഭിജിത്താണ് വെറ്റിനറി കോളേജിന് മുന്നിൽ സമരം നടത്തുന്നത്. കോളേജ് പരിസരത്ത് തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകിയതിന് യുവാവിനെ ജീവനക്കാർ തടഞ്ഞു വയ്ക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം. കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്നതിന് വിലക്കും പിഴയും ഏർപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് കോളേജ് ഡീൻ അറിയിച്ചിരുന്നു. എന്നാൽ ഈ നടപടിയും ചോദ്യം ചെയ്ത് യുവാവ് സമരം തുടരുകയാണ്. തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സ്ഥലത്തെത്തി ഇരുകൂട്ടരുമായും സംസാരിച്ചു. എന്നാൽ ഡീൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ വിഷയം പിന്നീട് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് മേയർ വ്യക്തമാക്കി. അതേസമയം 2ാം ദിവസം പിന്നിടുന്ന സമരത്തിന് കൂടുതൽ മൃഗസ്നേഹികൾ പിന്തുണയുമായി രംഗത്തെത്തി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,345 രൂപ, പവന് 1,14,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് CPM-നെന്നും സതീശൻ. ചേലക്കര മണ്ഡലം കോങ്ങാടുമായി വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. അതിർത്തിയിൽ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം. തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം 26-ന് നടക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. 8 സെന്റ് സ്ഥലത്ത് 25 ലക്ഷം രൂപ ചെലവിൽ ഓരോ വീടും നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ നൽകുന്നത് 50 വീടുകൾ. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കൂടിയാട്ടം ആചാര്യൻ വേണുജി, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടകകൃത്ത് ജയപ്രകാശ് കൊളൂർ എന്നിവർക്ക് ഫെല്ലോഷിപ്പ്. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500-ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.